ചാലക്കുടി ലോക്സഭാ മണ്ഡലം UDF-നെ സംബന്ധിച്ചൊരു ഷുവർ ബെറ്റ് ആകേണ്ടതാണ്. പക്ഷേ മണ്ഡല രൂപീകരണത്തിന് ശേഷം LDF-ഉം ആ മണ്ഡലം പിടിച്ചിട്ടുണ്ട് ഇന്നസെന്റിലൂടെ. നമുക്കറിയാം, കഴിഞ്ഞ തവണ ബെന്നി ബെഹന്നാൻ ഈ മണ്ഡലത്തിൽ വിജയിച്ച് MP ആയി. കഴിഞ്ഞ തവണ UDF തരംഗമുണ്ടായി. നമുക്കറിയാം, ഇക്കുറി അദ്ദേഹം മത്സരിക്കുമോ, മത്സരിക്കാൻ തന്നെയാണോ പ്ലാൻ, ആരായിരിക്കും എതിരാളി? നമുക്ക് ബെന്നി ബെഹന്നാൻ തന്നെ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇലക്ഷൻ വരികയാണ്. വീണ്ടും ഒരിക്കൽ കൂടി MP-യുടെ കുപ്പായത്തിൽ കാണാമെന്ന് വിചാരിക്കാമോ? അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. എല്ലാ സിറ്റിംഗ് MP-മാരോടും ചോദിക്കുമ്പോൾ ഇതാണ് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് സിറ്റിംഗ് MP-മാരോടെല്ലാം മത്സരത്തിന് തയ്യാറെടുക്കാൻ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാണ്, അല്ലേ? സിറ്റിംഗ് MP-മാരോട് മത്സരത്തിന് തയ്യാറെടുക്കാനല്ല, വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടി സിറ്റിംഗ് MP-മാരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പം ആര് മത്സരിച്ചാലും ചാലക്കുടി സേഫാണ്. സേഫാണ്. UDF-ന് നല്ല സേഫാണ് ചാലക്കുടി. 2014 കൈവിട്ട മണ്ഡലമാണ്. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ശബരിമല ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച ഇപ്പോൾ UP അധികാരത്തിൽ വരുമെന്ന തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കാമാണെന്ന് മാത്രമല്ല, ജനങ്ങൾ വളരെ റിയലിസ്റ്റിക് ആയി. ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലം UDF-ന് അനുകൂലമാണ്. സേഫ് ആണെന്ന് പറഞ്ഞ് PC ചാക്കോ വന്ന് മത്സരിച്ച് തോറ്റ മണ്ഡലമാണ്. ഞാൻ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനും താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. എന്നും ഈ ചാലക്കുടി എന്ന് പറയുന്നത് പഴയ മുകുന്ദപുരത്തിൻ്റെ ഒരു ഭാഗമാണ്. മുകുന്ദപുരം വളരെ അപൂർവം സമയങ്ങളിൽ മാത്രമേ മുകുന്ദപുരം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. കോൺഗ്രസിന് ദയനീയമായ പരാജയമുണ്ടായ സമയത്ത് പോലും മുകുന്ദപുരം നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അന്നിപ്പോൾ പത്മനാഭ വേണുഗോപാൽ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും തോറ്റു വന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ വിലയിരുത്താൻ നേരത്ത് മോഡി ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെ ചിന്തിക്കുന്ന വലിയ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മനസ്സുള്ള പ്രദേശമാണ്. രണ്ടാമത്തത് സംസ്ഥാന ഗവൺമെൻറ് കാര്യമാണ് പിന്നീട് ചർച്ച ചെയ്യപ്പെടുന്നത്. അതിലും വളരെ നെഗറ്റീവാണെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള അഭിപ്രായം. ഇതൊക്കെ വിലയിരുത്താൻ നേരത്ത് ദേശീയ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോഴും ചാലക്കുടിയുടെ പ്രത്യേകമായ രാഷ്ട്രീയ സ്വഭാവത്തെ വിലയിരുത്തുമ്പോഴും ചാലക്കുടി UDF-ന് ജയിക്കാം. എപ്പോഴും ഇങ്ങനെ ചാലക്കുടിയുടെ MP ആയിട്ട് ഡൽഹിയിലേക്ക് പോയാൽ മതിയോ? കേരളത്തിലേക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങളില്ലേ, തിരിച്ചു വരാൻ? അല്ല, അതെല്ലാം നമുക്ക് അതിപ്പോ MP ആയാലും കേരളത്തിലെ കാര്യങ്ങൾ നോക്കാമല്ലോ. അല്ല, അതിപ്പോ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ഒരു ജനറേഷൻ ചേഞ്ച് ഇതിനോടകം നടന്നു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഇപ്പൊ ഉമ്മൻചാണ്ടി ഇപ്പൊ ഇല്ല. ഗ്രൂപ്പൊക്കെ ആകെ തകർന്നു എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. അപ്പം ബെന്നി ബെഹന്നാൻ കേരളത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ല അതിന് വിലയിരുത്തേണ്ടത്. കേരളത്തിലെ കോൺഗ്രസിൽ ഒട്ടേറെ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരുടെ സേവനമൊക്കെ കോൺഗ്രസിന് കിട്ടും. അത് പാർലമെന്റിലാണെങ്കിലും കിട്ടും, സംസ്ഥാനമാണ്. പിന്നെ ചില കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ആ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്താണെന്നുള്ളത്. എന്നാലും ഞാൻ ചോദിക്കുന്നത്, വ്യക്തിപരമായ തീരുമാനം എന്തായാലും ഹൈക്കമാൻഡ്, പക്ഷെ എന്നാലും വ്യക്തിപരമായ ആഗ്രഹം ഉണ്ടാവില്ലേ? വലിയ അത്യാഗ്രഹമുള്ള രാഷ്ട്രീയക്കാരല്ല ഞാൻ. എൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ 68-ലാണ് KSUവിൻ്റെ ഭാരവാഹിയാണ്. ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഞാൻ KSUവിൻ്റെ താലൂക്ക് ഭാരവാഹിയാവുന്നത്. അന്ന് തൊട്ടിപ്പോൾ 2023 വരെയുള്ള കാലഘട്ടം ഞാൻ അതിൻ്റെ അകത്ത് ജനപ്രതിനിധിയായത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ഞാൻ സംഘടനാപരമായ രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയൊരു അത്യാഗ്രഹമില്ല. രാഷ്ട്രീയത്തിൽ അത്യാഗ്രഹം ഉണ്ടാകുന്നതാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ തകർച്ചയുടെ തുടക്കം എന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷേ ഇപ്പം അർഹിക്കുന്നത് കിട്ടണമല്ലോ. ഇപ്പോൾ തൃക്കാക്കരയിൽ ഒരൊറ്റ ടൈം കഴിഞ്ഞിട്ട് മാറേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായി ഇപ്പോൾ ഡൽഹിയിൽ പോകുന്നതിനേക്കാളും തിരുവനന്തപുരത്തേക്ക് പോകുന്നതായിരിക്കില്ല താല്പര്യം. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. രണ്ടും രണ്ട് തലമാണ്. അപ്പം നമ്മൾ ഏത് തലത്തിൽ ചെല്ലുന്നോ, ഏത് ചുറ്റുപാടിൽ ചെല്ലുന്നോ അതുമായി അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അഡ്ജസ്റ്റ് എന്നുള്ള വാക്കിയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പാർലമെന്റ് മെമ്പർ ആയാൽ നമ്മൾ ആ പാർലമെന്റ് മെമ്പറുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി ആ തലത്തിൽ നമ്മൾ നിൽക്കുക. ഇപ്പോൾ AK ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ പിൻവാങ്ങി. ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗം സംഭവിച്ചു. അപ്പോൾ കോൺഗ്രസിൽ വളരെ കാലമായി നിലനിന്നിരുന്ന സമവാക്യങ്ങളൊക്കെ മാറി. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഗ്രൂപ്പൊക്കെ ഏറെക്കുറെ ഡിസിൻറ്റഗ്രേറ്റഡ് ആയി, അല്ലേ? ആന്റണി, ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടു നിന്ന കേരളത്തിലെ ഒരു വൈകാരികമായ ബന്ധത്തിൽ നിന്നൊരു തലമുറയുണ്ട്. ആ തലമുറയ്ക്ക് ഒരു നാഥനുണ്ടോ? ആ തലമുറ അതിൻ്റെ ഒരു ശക്തമായ ബന്ധം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ആ തലമുറ ആരും നയിക്കാൻ ഇവിടെ നയിക്കുന്നുണ്ടല്ലോ. ആ ബന്ധത്തിൻ്റെ ശക്തിയിൽ അതൊക്കെ മുന്നോട്ട് പോവല്ലേ. എനിക്ക് പക്ഷേ തോന്നുന്നു, ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ഇലക്ഷന് ശേഷം പാർലമെന്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി സ്വന്തം മക്കളെ പോലെയൊക്കെ നോക്കിയ ആളുകൾ പോലും മാറിയത് കണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ബന്ധമൊക്കെ എത്ര കാലം എന്നാണ്? പഴയ തലമുറയെപ്പറ്റി ആരും മാറിയിട്ടില്ല.
അല്ല, ഞാൻ കണ്ടിട്ടില്ല. പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ മാറിയിട്ടില്ല. അധികാരം, പവർ സെന്റർ മാറിക്കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, തോന്നുന്നില്ല. പവർ സെന്ററിന് സ്വാഭാവികമായിട്ടും ഒരു ആകർഷണത്വം ഉണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. ഒരു അട്രാക്ഷൻ ഉണ്ട്. ഒതുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? അങ്ങനെയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒതുക്കപ്പെടുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ അതിൻ്റെ അകത്ത് എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ്. കോൺഗ്രസിൽ ഒരു തീരുമാനമെടുക്കാൻ നേരത്ത് കുറച്ചുകൂടി ചർച്ചകൾ വേണം. ആളുകളെ പരസ്പരം കോൺഫിഡൻസിലെടുത്ത് ചർച്ചകൾ ചെയ്ത് മുന്നോട്ട് പോകണം. പണ്ടും കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ചർച്ചയുണ്ട്. അപ്പോൾ ഒരു കാലത്ത് രാഷ്ട്രീയ കാര്യ സമിതി ചേരണം, അതിനകത്ത് ചർച്ച നടത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളെങ്കിലും ഏറ്റവും ചുരുക്കത്തിൽ ഉയരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പോലും കേൾക്കാറില്ല എവിടെ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ കുറച്ചുകൂടി തന്മയത്വത്തോടുകൂടി ആ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് അത് എങ്ങനെ പരിഹരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു നയവും തന്ത്രവും ഒരു മധ്യസ്ഥതയും എന്നും കോൺഗ്രസ്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് മധ്യസ്ഥന്റെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ നേതൃത്വം എല്ലാവരെയും ഉൾക്കൊണ്ടു പോവാൻ തയ്യാറാകുന്നില്ല എന്നാണോ? നേതൃത്വം തയ്യാറാകുന്നില്ല എന്നൊരു ആക്ഷേപം ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായും നേതൃത്വം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിശാലത കുറച്ചുകൂടി പ്രകടിപ്പിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. അതൊരു ആരോപണമല്ല, അതൊരു ആക്ഷേപമൊന്നുമല്ല. കേരളത്തിൽ കോൺഗ്രസിനെ ആര് ഇനി നയിക്കണമെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നു. ഹൈക്കമാൻഡിന്റെ മാൻഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഗ്രൂപ്പ് നേതാക്കളെ, അവരുടെ ഭാഷയിൽ ഗ്രൂപ്പ് മാനേജർമാരെ ഞങ്ങൾ കേൾക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലോ? ഗ്രൂപ്പ് മാനേജേഴ്സ് ഇല്ലല്ലോ ഇപ്പോൾ. അതിനൊക്കെ ഒരു ചുമ്മാ ഒരു ആലങ്കാരിക പദം വെച്ച് കിട്ടുന്നതൊക്കെ. ഇപ്പോഴത്തെ നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും അവസാനത്തെ തീരുമാനം. കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ സുധാകരൻ KPC പ്രസിഡന്റ്, ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവ്. അവരാണ് കേരളത്തിലെ കോൺഗ്രസിലെ ടോപ്പ് നേതാക്കന്മാർ. അത് ആരും ചോദ്യം ചെയ്യുന്നില്ല. തീരുമാനം വന്നു കഴിഞ്ഞ പിന്നെ ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകളെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ബന്ധപ്പെടുത്തി ക്രോഡീകരിച്ച് എല്ലാവരെയും ഒരു സമവാക്യത്തിലൂടെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അവർക്കാണുള്ളത്. ആ ഉത്തരവാദിത്തം അവർ നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ട്. നിറവേറ്റുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നേതാക്കന്മാരുടെ എണ്ണം കൂടുന്നു, ആഗ്രഹക്കാരുടെ എണ്ണം കൂടുന്നു. അപ്പോൾ അവരിലും സമ്മർദ്ദം വരികയാണ്. ആ സമ്മർദ്ദം വരുമ്പോൾ സ്വാഭാവികമായും അത് ഉൾക്കൊണ്ടുകൊണ്ട് കുറച്ചുകൂടി വൈഡറായി നിന്നുകൊണ്ട് കാര്യങ്ങൾ കാണാൻ അവർ തയ്യാറാകണം എന്ന അഭിപ്രായം എനിക്കുന്നുണ്ട്. അത് തയ്യാറാകും എന്ന വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം കേരളത്തിലെ ഏത് കോൺഗ്രസ് നേതാവിനോട് ചോദിച്ചാലും ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് പരമ്പരാഗതമായി പറയാറ്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്. KC വേണുഗോപാലിനോട് ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നാണ് KC വേണുഗോപാൽ പറയാറുള്ളത്. അല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ ഏറ്റവും വലിയ സേ KC വേണുഗോപാലിനാണ്. കേരളത്തിലെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുവരെയായിട്ടും. പിന്നെ സ്വാഭാവികമാണ്, KC വേണുഗോപാൽ കേരളത്തിൽ നിന്ന് വളർന്നു വന്നൊരു നേതാവാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആളുകളുമായിട്ട് അദ്ദേഹത്തിന് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതൽ ആളുകൾ ചെല്ലും, കൂടുതൽ ആളുകൾ സമീപിക്കും. അതൊരു ഗ്രൂപ്പായി മാറിയോ? അതൊരു ഗ്രൂപ്പായി പലരും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നിന്ന് കൊടുത്തിട്ടില്ല. പണ്ടിപ്പോൾ താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് സ്വാഭാവികമായും താങ്കളിലൂടെ ഉമ്മൻചാണ്ടി സംസാരിക്കുകയാണെന്ന് ജനങ്ങൾ വിചാരിക്കുമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ല. അതുപോലെ ഇപ്പം ഉമ്മൻചാണ്ടിയിലെ പുതിയ നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഗ്രൂപ്പുകൾ അങ്ങനെ വരാമല്ലോ. കോൺഗ്രസ് അല്ലേ പാർട്ടി? ഞാൻ പറയുന്ന ഗ്രൂപ്പിന്റെ നിങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന പോലെയുള്ള ഗ്രൂപ്പിന്റെ ഒരു വലിയ ഒരു പ്രസക്തിയൊന്നും ഇപ്പം ഇല്ല. എല്ലാവരും യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിന് കാരണമുണ്ട്. പണ്ട് കുറച്ചും കൂടി അനിഷേധ്യമായ നേതൃത്വം കോൺഗ്രസിനുണ്ടായിരുന്നു. ഇപ്പം K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി, അവർക്ക് കുറച്ചും കൂടി ആജ്ഞാശക്തിയും അനിഷേധ്യ നേതൃത്വം ഉണ്ടായിരുന്നു. കാര്യം അവർ തലമുറ സൃഷ്ടിച്ചവരാണ്, ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവന്നവരാണ്. അത്തരത്തിലുള്ളൊരു ആജ്ഞാശക്തി ഇപ്പോഴത്തെ ആളുകൾക്ക് ഇല്ലെന്ന് പറയുന്നത് അവരുടെ കുറവുകൊണ്ടല്ല. അങ്ങനെ ആ കാലഘട്ടത്തിലൂടെ വന്നിട്ടില്ല. ഇപ്പം അത്രയും ഉള്ള ആജ്ഞാശക്തി ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായും കുറച്ചുകൂടി എല്ലാവരെയും കൂടി കൂട്ടിയിണക്കി കൊണ്ടുപോകാനുള്ള ഒരു സമീപനമാണ് വേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ നിർണായകമായിട്ട് ഞാൻ കാണുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. കാരണം തുടർ ഭരണം സാധ്യമായി അടുത്ത തവണ അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഇതേ നേതൃത്വത്തിന്റെ കീഴിലായിരിക്കുമോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്? അല്ല, അത് തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാ സാധ്യതകളും കോൺഗ്രസിന് UDFന് അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാനുണ്ട്. കാരണം ഇത്രയും ജനങ്ങളുടെ മുന്നിൽ ഞാൻ ആ വാക്കുപയോഗം ശ്രമിക്കണം, വെറുക്കപ്പെട്ടൊരു ഗവൺമെൻറ് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ ഇത് തന്നെയാണ് കോൺഗ്രസും UDFും പറഞ്ഞത്. ഇല്ല, കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയ മെച്ചം എന്താ? കഴിഞ്ഞ തവണ അവരെ രക്ഷിച്ചത് കോവിഡാണ്. കഴിഞ്ഞ തവണ അവർ രക്ഷിച്ചത് പ്രളയമാണ്. ദുരന്തങ്ങളാണ്.
ആ ഒരു ദുരന്തമുണ്ടായപ്പോൾ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് പോയി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായി. പക്ഷെ അതിൽ പോലും നടന്ന തെറ്റുകൾ, അഴിമതികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് കഴിയുന്ന വിഷയങ്ങളുണ്ട്, കോൺഗ്രസിന് അത് എത്രമാത്രം ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതൊരു പ്രശ്നമല്ല. ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ മുന്നിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ അജണ്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. കാര്യം ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് കൂടി വന്നാൽ നമ്മൾ വെളിപ്പാടകലെ നിൽക്കുമെന്ന് പറയും നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയെ സജ്ജമാക്കുക, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം. അത് കാര്യക്ഷമമായി ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ KPCC അധ്യക്ഷന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും എല്ലായിടത്തും ഓടിയെത്താൻ കഴിയാത്ത ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കേട്ടത് MP-മാർക്ക് പുതിയ KPCC പ്രസിഡന്റ് വരണമെന്ന അഭിപ്രായമുണ്ട് എന്നൊക്കെയാണ്. ശരിയാണോ? MP-മാർ അങ്ങനെ പുതിയ KPCC പ്രസിഡന്റ് വരണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ മുഴുവൻ സമയവും ഓടി നടക്കാൻ പറ്റുന്ന, സംസ്ഥാനത്ത് മുഴുവൻ സംഘടനാ പ്രവർത്തനവും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ പ്രസിഡന്റായിട്ട് വരണ്ടേ? അതിനാണല്ലോ ഒരു ടീം എന്ന് പറയുന്നത്. അതിന് ടീം ഉണ്ടാക്കണം. ആ ടീം കുറച്ചുകൂടി കാര്യക്ഷമമാക്കണം. ഇപ്പം ഉമ്മൻചാണ്ടിയുടെ ജനകീയത കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന്റെ സമയത്ത് വലിയ തോതിൽ ജനങ്ങൾ ഒരു വികാര വായ്പ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പുതുപ്പള്ളി ഇലക്ഷനിൽ വലിയ തോതിൽ ജയിക്കുകയും ചെയ്തു. അതിനപ്പുറത്ത് ഇപ്പം ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ആ കുടുംബത്തിൽ ആരും അങ്ങനെ ഒരു ആഗ്രഹം ഇതുവരെ പ്രകടിപ്പിച്ചിട്ട്. എനിക്ക് ആ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അച്ചൂമ്മൻ KSUവിലൊക്കെ സജീവമായി ഉണ്ടായിരുന്ന സമയത്താണ് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോയത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാകണം എന്ന് പെട്ടെന്ന് പാർട്ടി തീരുമാനിക്കേണ്ടി വന്നത്. അതിനുശേഷം വരാൻ പോകുന്ന തലങ്ങളിൽ എങ്ങനെ വേണമെന്നതിനെ കുറിച്ചിട്ട് പാർട്ടി ആലോചിച്ചിട്ടില്ല. പാർട്ടി പിന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വേണമെന്നല്ല പറയുന്നത്. അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക, അനുയോജ്യമായ ആളുകൾ പാർട്ടി തലത്തിൽ കൊണ്ടുവരിക എന്നുള്ള പാർട്ടി ആലോചിക്കുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടി പോലും ഉമ്മൻചാണ്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളല്ലല്ലോ. അല്ല, ഇപ്പോൾ ആവശ്യം പാർട്ടിയുടേതാണല്ലോ. അല്ല, അതിനെക്കുറിച്ച് പാർട്ടി ഇന്ന് വരെയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഒരു ചർച്ച തുടങ്ങിയിട്ടില്ല പാർട്ടിക്കകത്ത്. ഇപ്പോൾ പാർലമെന്ററി പ്രവർത്തനത്തെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പാർലമെന്റിലെ ഏറ്റവും വലിയ ബ്ലോക്ക്. അത് ഒരർത്ഥത്തിൽ ദൗർഭാഗ്യമാണ്. കാരണം ആകെ 20 MP-മാരെ മൊത്തം കേരളത്തിലുള്ളൂ. കോൺഗ്രസ് വലിയ പാർട്ടിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവായി കേന്ദ്ര സർക്കാരിനെ അക്കൗണ്ടബിൾ ആക്കുന്ന തരത്തിൽ പാർലമെന്റിനകത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കോവിഡ് കാലഘട്ടത്തുണ്ടായ ഒരു പ്രതിസന്ധി ജനങ്ങൾ മുഴുവൻ ആ പ്രതിസന്ധിയിൽ നിന്നപ്പോൾ അത് പാർലമെന്റിന്റെ പ്രവർത്തനത്തെ ബാധിച്ചു, ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. എല്ലാ കാര്യത്തിലും അത് ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിരവധി ബില്ലുകൾ പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്ത് ഓരോ ക്ലോസ് അപഗ്രഥിച്ച് പാസ്സാക്കിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ പോലും വേണ്ടത്ര സമയമില്ലാതെ, വേണ്ടത്ര മുന്നൊരുക്കം നടത്താൻ അവസരം കൊടുക്കാതെ പാസ്സാക്കിയെന്ന വലിയ അൺപാർലമെന്ററി പ്രവർത്തനമാണ് ഈ ഗവൺമെന്റ് കാഴ്ചവെച്ചത്. അത് ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. അടുത്ത തവണ ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ 5 വർഷം ചാലക്കുടിയുടെ MP ആയതുകൊണ്ട് ഇത് ചെയ്തു എന്നൊരു സിംഗിൾ കാര്യമോ 2 കാര്യമോ പറയാം. അത് ഞാൻ പറയാം. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ കോവിഡിനെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യ മേഖലയിലുമായിരുന്നു. എൻ്റെ നിയമമണ്ഡലത്തിലെ പാർലമെന്റ് നിയമമണ്ഡലത്തിലെ മുഴുവൻ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിനും അന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്റ് വലിയ ആവശ്യമായിരുന്നു. ഞാൻ എല്ലാ സ്ഥലത്തും ഓക്സിജൻ കോൺസെൻട്രേറ്റ് കൊടുത്തു. ഞാൻ എൻ്റെ നിയമമണ്ഡലത്തിൽപ്പെട്ട 4000-ഓളം പേർക്ക് സൗജന്യ വാക്സിനേഷൻ കൊടുത്തു. അപ്പോൾ ആരോഗ്യ മേഖലയായിരുന്നു ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രീകരണം. അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡ് കാലഘട്ടത്ത് ഞങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വന്നതാണ് സ്കൂളുകൾ അടച്ചിട്ടുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു കുട്ടികൾക്ക് ആവശ്യം? അവർക്ക് ഒരു സ്മാർട്ട് ഫോൺ വേണം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് വേണം. കഴിയുന്നത്ര സ്ഥലങ്ങളിൽ കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അപ്പോൾ എൻ്റെ MP ഫണ്ടിൻ്റേതാണെങ്കിലും ആ കാലഘട്ടത്തെ പ്രവർത്തനത്തിലാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി ആരോഗ്യ മേഖലയ്ക്കും, രണ്ടാമത്തെ വിദ്യാഭ്യാസം. ഇത് സംതൃപ്തി അടയത്തക്ക രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു അംഗത്തിന് ഇറങ്ങാനും കോൺഫിഡന്റ് ആണ്. അതല്ല ഞാൻ പറഞ്ഞല്ലോ, ഇത് തീരുമാനിച്ചാൽ അത് ഞാൻ പറഞ്ഞു. നമുക്കൊരു ആത്മവിശ്വാസം ആത്മസംതൃപ്തിയും രണ്ടുമുണ്ട്. എറണാകുളം ജില്ലയിൽ 145 കിലോമീറ്ററാണ് PMGS5 റോഡ് ലഭിച്ചത്. 100 കിലോമീറ്ററിൻ്റെ നിയമമണ്ഡലത്തിലാണ്. 2 ഹൈവേ ആണ് നിയമമണ്ഡലത്തിലുള്ളത്. ഒന്ന് കോസ്റ്റലിലൂടെ പോകുന്ന 66, ഒന്ന് ഇവിടെ നിന്ന് പോകുന്നത്. ഈ 2 ഹൈവേയുടെയും വികസനങ്ങൾ അത് രണ്ടും 6 ലൈനാക്കാൻ പറ്റും. അതെൻ്റെ മാത്രം കഴിവാണെന്ന് അവകാശപ്പെടുന്നില്ല. ഒരു MP എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നടപ്പാക്കേണ്ട പദ്ധതികളെ കുറിച്ച് നമ്മുടെ കൂടി സഹായത്തോടു കൂടി വേഗത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഓൾ ദ ബെസ്റ്റ്.